ഏവർക്കും സ്നേഹവന്ദനം. ചരിത്രം, വിശ്വാസം, തിരിച്ചുവരവ് ഇവയെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ജനതയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തെ അതിജീവിച്ച ജനതയായിട്ട് ഇസ്രായേലിൻ്റെ കഥയെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൻ്റെ ദൈർഘ്യമേറിയ പ്രവാഹത്തിൽ നിരവധി സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും ഉയർന്നും വീണും പോയിട്ടുണ്ട്. എന്നാൽ ചില ജനതകൾ അനന്തമായ പീഡനങ്ങൾക്കും ദേശ നിരാശനത്തിനും ശേഷവും അവരുടെ വിശ്വാസവും സംസ്കാരവും തിരിച്ചറിവും നിലനിർത്തി അതിജീവിച്ചിട്ടുണ്ട്. യഹൂദ ജനതയുടെ ചരിത്രം അത്തരമൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ ആക്രമണങ്ങളും വിവേചനങ്ങളും നേരിട്ടെങ്കിലും അവരുടെ ആത്മീയതയും സാംസ്കാരിക തിരിച്ചറിവും നഷ്ടപ്പെടുത്താതെ നിലകൊണ്ടു. ഇന്നും അവർ വീണ്ടും അവരുടെ ചരിത്രദേശമായ ഇസ്രായേലിൽ ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത ആർജിച്ചതാണ്. ഒന്നാമതായിട്ട് ബൈബിളിലെ വേരുകൾ. യഹൂദ ജനതയുടെ ചരിത്രം ബൈബിളിൽ നിന്ന് ആരംഭിക്കുന്നു, അല്ലെങ്കിൽ യഹൂദ ചരിത്രത്തോടുകൂടിയാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം അബ്രഹാമിനോടൊരു പ്രത്യേക വാഗ്ദത്തം നൽകി, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ വാഗ്ദത്തം പിന്നീട് അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസാക്കിനും ഇസാക്കിൻ്റെ മകനായിരിക്കുന്ന യാക്കോബിനും വളരെ കൃത്യമായിട്ട് ദൈവം നൽകുകയുണ്ടായി. അങ്ങനെ യാക്കോബിൻ്റെ സന്തതികളായിട്ടാണ് പിന്നീട് ഇസ്രായേൽ ജനതയായി അറിയപ്പെടുന്നത്. ബൈബിൾ പ്രകാരം ദൈവം അവർക്കൊരു ദേശം വാഗ്ദാനം ചെയ്തു. ആ ദേശമാണ് പിന്നീട് കനാൻ ദേശം അഥവാ ഇന്ന് കാണുന്ന ഇസ്രായേൽ പ്രദേശമെന്ന് വിളിക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് യെരുശലേമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മീയ കേന്ദ്രമായിട്ട് യഹൂദന്മാരുടെ ആത്മീയവും ചരിത്രപരവുമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് യെരുശലേമിലെ നമ്മളെ കാണുന്നത്. ഏകദേശം 3050 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവ് യെരുശലേമിനെ തലസ്ഥാനമാക്കി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനായ സലോമോൻ അല്ലെങ്കിൽ സോളമൻ രാജാവിൻ്റെ കാലത്താണ് ആദ്യ ദൈവാലയം അവിടെ നിർമ്മിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചൊക്കെ മുൻപ് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതലായിട്ടത് വിവരിക്കുന്നില്ല. ഈ ദൈവാലയം യഹൂദ മതജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു. മൂന്നാമതായിട്ട് ദേശനിരാസവും ഡയാസ്പോറയും. ക്രിസ്തുവിന് മുമ്പ് 586 ബാബിലോണിയർ യെരുശലേം കീഴടക്കി ആദ്യ ദൈവാലയം നശിപ്പിച്ചു. പിന്നീട് യഹൂദന്മാർ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോകേണ്ടി വന്നു. അതിനുശേഷം സൈറസ് ദ ഗ്രേറ്റ് എന്ന പേർഷ്യൻ രാജാവ് അവരെ വിമോചിപ്പിക്കുകയും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോരുവാൻ, യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു വർഷം 70 റോമാക്കാർ വീണ്ടും യെരുശലേം കീഴടക്കുകയും അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ആ ദൈവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്താവ് അതിനെക്കുറിച്ചൊരു പ്രവചനം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിൽ ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ ഫലമായി യഹൂദർ ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോവാൻ ഇടയായിത്തീർന്നു. ഈ കാലഘട്ടത്തിലാണ് ജൂയിഷ് ഡയസ്പോറ എന്നറിയപ്പെടുന്നത്. നാലാമതായിട്ട് യൂറോപ്പിലെ പീഡനങ്ങൾ അല്ലെങ്കിൽ ഡയസ്പോറ കാലത്ത് യഹൂദർ യൂറോപ്പിൽ പല വിധത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടുള്ള ചരിത്രം. മധ്യകാലഘട്ടത്തിലെ മതപീഡനങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള പുറത്താക്കലുകൾ, സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഇവയെല്ലാം യഹൂദ സമൂഹത്തെ ധാരാളമായിട്ട് ബാധിക്കുകയുണ്ടായി. അഞ്ചാമതായിട്ട് ഹോളോകോസ്റ്റ്. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. 20-ാം നൂറ്റാണ്ടിൽ യഹൂദ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആ സമയത്താണ് സംഭവിച്ചത്. ദ ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ദുരന്തം അഡോൾഫ് ഹിറ്റ്ലർ നയിച്ച നാസി ഭരണകാലത്ത് 1933 മുതൽ 1945 വരെ നടക്കുകയുണ്ടായി. ഏകദേശം 6 മില്യൺ യഹൂദർ കൊല്ലപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതായ ഒരു ചരിത്രപരമായ സംഭവമാണ് ഈ പറഞ്ഞതായിട്ടുള്ള ഹോളോകോസ്റ്റ്. ഈ സംഭവം ലോക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൊലകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. ആറാമതായിട്ട് സയോണിസവും ഒരു ദേശത്തിൻ്റെ സ്വപ്നവും. 19-ാം നൂറ്റാണ്ടിൽ യഹൂദരിൽ ഒരു പുതിയ രാഷ്ട്ര പ്രസ്ഥാനം രൂപപ്പെട്ടു. അതാണ് സയോണിസം. ഈ പ്രസ്ഥാനം യഹൂദർക്ക് അവരുടെ ചരിത്രദേശത്ത് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കണമെന്ന ആശയം മുന്നോട്ട് വെക്കുവാൻ ഇടയായിത്തീർന്നു.
ഏഴാമതായിട്ട് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹം ഈ പ്രശ്നം പരിഗണിച്ചു. 1947 യുണൈറ്റഡ് നേഷൻസിൽ ഒരു വിഭജന പദ്ധതി അംഗീകരിച്ചു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉടൻ തന്നെ മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങൾ ആരംഭിച്ചു. എന്നിരുന്നാലും ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിൽക്കുവാനിടയായി. എട്ടാമതായിട്ട് മരുഭൂമിയിൽ നിന്ന് നവീകരണത്തിലേക്ക്. ഇസ്രായേലിൻ്റെ വലിയൊരു ഭാഗം മരുഭൂമി പ്രദേശമായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ അവർ കൃഷി സാങ്കേതിക വിദ്യയിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രധാന നവീകരണങ്ങൾ അതിൽ നമ്മുടെ കേരളത്തിലും ചില കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന തിരൂരിലുള്ള വെട്ടം മുഹമ്മദ് സാറ് അദ്ദേഹത്തിൻ്റെ ഫാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. ഇത് ഈ ജലസംഭരണ സാങ്കേതിക വിദ്യ മരുഭൂമി കൃഷി ചെയ്യാൻ തക്കവണ്ണം ഉപയോഗിക്കുന്ന അതേ രീതിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുമൊക്കെ ചേർന്ന് നടത്തുന്നതായിട്ടുള്ള കൃഷി സമ്പ്രദായം ഇസ്രായേലിയ വിദ്യയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിയ കൃഷി വിദ്യ പുരോഗമിപ്പിച്ചതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പൂർണ്ണമായി ഞങ്ങൾക്ക് വിളയിറക്കുവാനും വളരെ നല്ല ഫലം കൊയ്യുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ സാങ്കേതിക വിദ്യകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ മനോഹരമായൊരു കാര്യം. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഈ കൃഷി രീതി അവലംബിക്കുന്നുണ്ട്. കേരളത്തിൽ അവർ ഈ കൃഷി സമ്പ്രദായം നടപ്പിൽ വരുത്താമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ക്ലേശകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് അവരെ തെമ്മാടി രാഷ്ട്രമെന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരിവിടെ വന്ന് കൃഷി സമ്പ്രദായം നമ്മളെ പഠിപ്പിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും കിട്ടും. അപ്പോൾ പിന്നെ പുറം നാടുകളിൽ നിന്ന് ഈ മരുന്നടിച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാരണമാകുമല്ലോ എന്നുള്ളൊരു ഭയം കൂടെ അവർക്കുണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ആ കൃഷി സമ്പ്രദായത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാത്തത്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. ഒമ്പതാമതായിട്ട് ശാസ്ത്രവും ടെക്നോളജിയും. ഇസ്രായേൽ ഇന്ന് ലോകത്തിലെ പ്രധാന ടെക്നോളജി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പല വലിയ കമ്പനികൾ അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡൽ, മൈക്രോസോഫ്റ്റ്, IBM, മെറ്റ പ്ലാറ്റ്ഫോംസ്, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഇന്ന് ലോകത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മളൊക്കെ പലരും ഉപയോഗിക്കുന്നതായിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ യൂട്യൂബിലൂടെ നിങ്ങളിത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം അവരുടെ കണ്ടുപിടുത്തങ്ങളാണെന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ അത് കൂടാതെ മെഡിക്കൽ ഗവേഷണത്തിലും സ്റ്റാർട്ടപ്പ് നവീകരണത്തിലും ഇസ്രായേൽ ലോകത്ത് മുൻപന്തിയിലാണ്. നമ്മുടെ ഇവിടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കൊക്കെ സഹായം തരാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് പോലും ഇസ്രായേലിൻ്റെ ആണെന്നുള്ളത് മറന്നുകൊണ്ടാണ് അവരെ തെമ്മാടികളെന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ വിളിക്കുന്നത്. പത്താമതായിട്ട് ബൈബിൾ കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചാണ് പറയാൻ കഴിയുന്നത്. പല ക്രിസ്ത്യൻ വിശ്വാസികളും ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് ബൈബിളിലെ ചില പ്രവചനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ അവിടെ ഉണങ്ങിയ അസ്ഥികളെക്കുറിച്ച് ഡ്രൈ ബോൺസ് പ്രോഫസി എന്ന് പറയുന്ന ഭാഗമാണല്ലോ, അവിടെ അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 66 വേഴ്സ് 8, 66-ാം അധ്യായം യെശയ്യാ പ്രവചനം അതിൻ്റെ 8-ാം വാക്യത്തിലും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വചനങ്ങൾ ഒരു ദേശത്തിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് ശരിയായ വിധത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. 11-ാമതായിട്ട് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷം മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് അറബ് ഇസ്രായേൽ യുദ്ധങ്ങളാണ്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം, പ്രാദേശിക രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഇത് ഇന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിൽ ഒന്നായിട്ട് കഴിയുകയാണ്. 12-ാമതായിട്ട് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യഹൂദ ജനതയുടെ ചരിത്രം പലർക്കും ഒരു പ്രചോദനമാണ്. നമുക്കൊക്കെ അത് പ്രചോദനമാണ്. നൂറ്റാണ്ടുകളായുള്ള പീഡനങ്ങൾക്കിടയിലും അവർ അവരുടെ സംസ്കാരം,
അവരുടെ മതം, അവരുടെ ഭാഷ, അവരുടെ തിരിച്ചറിവ് എന്നിവ നിലനിർത്തുന്നു. അവരുടെ ഐഡൻറ്റിറ്റി, അതിനൊരു മാറ്റവും അവരെ വരുത്തുന്നില്ല. അവരുടെ സന്ദേശം സാധാരണയായി ഇങ്ങനെ നമുക്ക് ചുരുക്കി കാണാം: ഞങ്ങൾ പീഡിക്കപ്പെട്ടു, ഞങ്ങൾ പുറത്താക്കപ്പെട്ടു, പക്ഷേ ഞങ്ങൾ ഇല്ലാതായിട്ടില്ല. ഇന്ന് അവർ വീണ്ടും അവരുടെ ദേശമായ ഇസ്രായേലിൽ ഒരു രാഷ്ട്രമായി നിലകൊള്ളുന്നു. കാരണം ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുവശത്ത് നിനക്ക് തണൽ. നന്ദി, നമസ്കാരം.